ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജൂൺ 3. ഇന്ന് എല്ലാവർക്കും സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പം നമ്മുടെ സാനുവിനും ഇന്ന് സ്കൂൾ തുറക്കുന്നുണ്ട്. അപ്പോൾ സാനുവിൻ്റെ സ്കൂളിൽ പോക്കും എല്ലാം നമുക്ക് ഇന്ന് കാണാം വീഡിയോ കൂടെ. അപ്പോൾ നമുക്ക് ആദ്യം സാനുവിനെ നോക്കണ്ടേ. സാനു, സാനുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ ആള് കിടക്കടയാണ്. പിന്നെ എപ്പോഴും 10 മണിക്ക് എഴുന്നേറ്റ് ഇപ്പം ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട്. നമുക്ക് റെഡിയാക്കാം. ബാക്കി ബട്ടൺസ് ഇട്. കൊണ്ടാക്കാനുള്ള ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സമയം എത്ര മണിയായി? സമയം 8 മണി ആറായി. എഴുന്നേക്കാൻ പറ. ഇട് ഇട്. ആകെ തളർന്നൊടിഞ്ഞിരിക്കണേന്ന് പറഞ്ഞെടുത്തിട്ട് 2 എണ്ണം കഴിക്കണേ. എന്തേ 2 എണ്ണം കഴിക്കണം? വേഗം പിന്നെ കീറിയിട്ടേ വേഗം. അന്ന് വേഗം തിന്നെ. ഒരെണ്ണം കഴിച്ചിട്ട് വയറുണ്ടെങ്കിൽ 2ാമത്തെയും കഴിക്കണേ. ഓക്കെ. അപ്പൊ സാനു വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ നേരത്തിന് എനിക്ക് റെഡി ആവണം. വേഗം കഴിക്കണേ, അത് സമയം എടുക്കരുത് കേട്ടല്ല. ചൂടുണ്ടാ? ഏതിനാ ചൂട്? ഉറക്കം മാറിയിട്ടില്ല. മിട്ടു രാവിലെ എഴുന്നേറ്റ് മിട്ടുവിന്റെ നെറ്റിയില് ഒരു ചുവന്ന വാട് കണ്ടായി, കയ്യിലുണ്ട്. ഇന്നലെ സാധനം പൊട്ട് തൊടാൻ നോക്കിയതാണ്, കൊളമാക്കി വെച്ച്. ഇല്ല വേണ്ട. മിട്ടുവിന്റെ വേണ്ട, അത് ചീത്താക്കിയ. ഇനി അതിനെ കുളിപ്പിക്കുമ്പോഴേ അത് പോകുള്ളൂ, അല്ലാണ്ട് പോകൂല. അതാണെങ്കിൽ എന്റെ ലിപ്സ്റ്റിക്കാണ് എടുത്ത് തൊട്ടുവച്ചേക്കണം. ഇനി എന്തായാലും ഇതേപോലെ കുരുത്തക്കേട് കാണിക്കാനായിട്ട് സമയമൊന്നും ഉണ്ടാവൂല. ക്ലാസ് ഒക്കെ തുറന്നല്ല. വേണ്ടുന്നോട്ടാ. ചൂടുവെള്ളം മതിയാ? ചായയും ഇതൊന്നും കുടിക്കൂല ആള്. അപ്പൊ ചൂടുവെള്ളമാണ്, വെള്ളമാണ് മെയിനായിട്ട് കുടിക്കണത്. അപ്പൊ സാനുവിന് ചൂടുവെള്ളം വെള്ളം. ബാ 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 വാ. അപ്പൊ സാനു നോക്കിയ ഇവിടെ നോക്ക്, അവിടെ ഇരിക്കും. അപ്പൊ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ അമ്മ യാത്രയായിട്ട് വരാട്ടെ അപ്പോഴേക്കും, കേട്ടാ? അതേ സമയം എടുക്കരുതേ. എന്നിട്ട് വേണം യാത്ര ആവാൻ. സാനു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്ത് വരാം? റെഡി ആയിട്ട് വരാം. അപ്പൊ ഇന്ന് ഞാനും ഫസ്റ്റ് ദിവസമല്ല, അതാണ് ഞങ്ങൾ കൊണ്ടുപോയി ഇന്ന് ആക്കും. ബാക്കിയുള്ള ഇന്ന് ദിവസങ്ങളിലൊക്കെ സാധനം എങ്ങനെ പോകും? സ്കൂൾ ബസ്സിൽ പോകും. അപ്പൊ ഇന്ന് മാത്രം ഞങ്ങൾ കൊണ്ടാക്കണം, ആദ്യത്തെ ദിവസമല്ലേ. അപ്പൊ അതാണ് ഇന്നും സ്കൂൾ ബസ് ഉണ്ട്. പക്ഷെ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച്. കാരണം ഈ റൂട്ടില് സാനുവിനെ മാത്രം എടുക്കാനായിട്ടാണ് ചേട്ടൻ വരാറ്. അപ്പൊ ഇന്ന് ഞാൻ വരണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ സാനു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. സാധനപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വേഗം റെഡിയാക്കാം. 9 മണിക്ക് അവിടെ ചെല്ലേണ്ടതാണ്. വേഗം റെഡിയായിട്ട് 2 മാസത്തിന് ശേഷം സാനു എടാ പോവോട്? സ്കൂളിൽ പോവാൻ പോണു. അതിന്റെ ഉള്ളില് പിസയുടെ ഉള്ളില് ടവലിട്ടിട്ടുണ്ട് കേട്ടാ. കൈ തുറക്കുമ്പോ അതിൽ തുടക്കണേ. പിന്നെ ഇന്ന് 12:30 വരെ ഉള്ളു ഫസ്റ്റ് ഡേ ആയത് കാരണം. കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോ കൈ തുടക്കാനായിട്ട് ഇട്ടേക്കണം. ഇവിടെ ജലദോഷമൊന്നും ഇല്ലല്ലോ. സാധനത്തിന്റെ ടാഗ് ഇത് പഴയ ടാഗാണ്, പുതിയത് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ടാഗ് ഇടണ്ടേ. പിന്നെ നമ്മുടെ ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് പുതിയത് വാങ്ങി. പഴയ ബെൽറ്റിന്റെ ആകെ കോലം പോയിട്ടുണ്ടായി. സാനിയുടെ യൂണിഫോം മാത്രം പഴയതാണ് കേട്ടാ. യൂണിഫോം തയ്ച്ചു കിട്ടിയില്ല. അത് കാരണം ഞങ്ങൾ പഴയ യൂണിഫോം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. എത്തോന്നല്ലേ ഇത് പയ്യെ ചെയ്യാനാ. നേരം പോയി ഇതല്ലേ സ്പീഡ് ചെയ്യും. എവിടെ നോക്കട്ടെ? തിരിഞ്ഞു ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സോക്സ് മുടി പുതിയ ഷൂ അവിടെ ഉണ്ട്.
ഇന്നലെ പോയി ഷൂ ഒക്കെ വാങ്ങി. നമുക്ക് മുടിയട്ടാ, മുടിയാണ് ടാസ്ക്. ഞങ്ങളൊരു ഫാഷൻ ഇതേപോലെ വെട്ടിട്ടതിന് ശേഷം ഇനി എങ്ങനെ മുടി കെട്ടുമെന്നാണ് ഞങ്ങളുടെ എന്തെന്നാണ് സാറ് ഇങ്ങനെ മൂടിയിട്ട് ഇത് നോക്കാം. പൊളിക്കണേ ഇവരെ കക്കാൻ പോയാ അനങ്ങാണ്ടിക്കട്ടാ. എനിക്ക് നേരെടുക്കാനായിട്ട് ഇന്നലെ കക്കാനല്ലാന്ന് പോയത്, ചീട്ട് കളിക്കാനാ പോയത്. രാത്രി ചീട്ട് കളിക്കാൻ പോയി. എവിടെ പോയി ചീട്ട് കളിക്കാൻ? ഇവിടെ അച്ഛൻ മോളും കൂടി രാത്രി ഒന്ന് ചീട്ട് കളിയായിരുന്നു. അമ്മ രാത്രി ഇരുന്ന് എഡിറ്റിംഗ് ആയിരുന്നു. അയ്യോടെ ചരിഞ്ഞു പോയല്ലേ. ഒന്നുകൂടി നേരാക്കാം. അനങ്ങാണ്ടിരിക്കും. അത് പെരത്താണല്ലോ ഫ്രണ്ട് ചെയ്ത് കിട്ടാഞ്ഞതാണ്. അനങ്ങാണ്ടിരിക്കും. പൊതുവെ ഇതേപോലെ കിട്ടിയില്ലേ? അവിടെ ശരിയാക്കി തരാന്ന്. കുമ്പിട് പോട്ടെ. നേരിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. കുമ്പിട്ട് ചീപ്പോ ഇപ്പൊ കുമ്പിട്ട് പോണം. കറക്റ്റ് ആയിട്ട് ലെവലിൽ വരും. നമ്മൾ സക്സസ്ഫുള്ളി ഒരു വശം എടുത്ത് കഴിഞ്ഞു. അക്സെപ്റ്റ് ചെയ്യണം. അനങ്ങാണ്ടിരുന്നാൽ പകുതി ശരിയാവും. മുടിയിട്ടൊന്നും അങ്ങാടും കിടന്നാണ്. പിന്നെ എങ്ങനെയാണ് ഗൈസ് ശരിയാകുന്നത്? എന്നിട്ട് പറയും അങ്ങാട് തിരിഞ്ഞു പോയി, ഇങ്ങാട് തിരിഞ്ഞു പോയി. ഇനി അവിടെ ഇവിടെയൊക്കെ വെട്ടിട്ടേക്കണ കാരണം അതും കുറച്ച് ടാസ്കാണ്. അത് കുറച്ച് പോൺസ് ഇട്ട് കൊടുക്കണ്ട. ഇപ്പൊ മഴ ഏതാകും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സാധനത്തിന്റെ സ്കിന്ന് വേഗം ഡ്രൈ ആവും. അതാണ് കുറച്ച് പോൺസ് ഇട്ട് കൊടുക്കുന്നത്. നെടുവാ തനിയെ കണ്ണെഴുതുന്നുണ്ട്. സാധനം തനിയായിട്ട് കണ്ണെഴുതണം. എന്നെ കൊണ്ട് കണ്ണെഴുതിപ്പിക്കാറില്ല. ഞാൻ കണ്ണെഴുതി കൊടുത്ത വലുതാവും എന്ന് പറയും. സിമ്പിൾ ആയിട്ട് കണ്ണെഴുതണം. ടീച്ചർ വേണം. അവിടേക്ക് ആക്കി വെച്ച് വാ, ശരിയാക്കി തരാം. എവിടെ നോക്കട്ടെ? ഇങ്ങടോ ഈ കണ്ണി കുറയുണ്ട്. ഈ കണ്ണിലില്ല. കണ്ണെഴുതാണ്ട് ഒരിടത്തും പോയില്ലട്ടാ. പൊട്ടും കൂടി കുത്തി കഴിയുമ്പോഴേ സാധനം സുന്ദരിയായി. നോക്കി. ഇനി കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. സ്കൂളിൽ അങ്ങനെ ഓവറായിട്ടുള്ള മേക്കപ്പ് ഒന്നും പാടില്ല സ്കൂളിൽ പോകുമ്പോ. സാധാരണ ലിപ് ബാം ആണ് സാധനം ഇടാറ്. ലിപ്സ്റ്റിക് ഇട്ട് കൊണ്ട് പോവാന്ന് പറഞ്ഞാല് ലിപ്സ്റ്റിക് ഇട്ടില്ല ഗൈസ്. വേഗം പോണ്ടി. നേരം പോയിട്ടാ അയാളുടെ അച്ഛൻ മോളും കൂടി വേഷം. വേഗം വെള്ളം എടുത്തിട്ടില്ലല്ലോ. വേഗം ഇടുകുട്ടാ. എന്റെ കാര്യം എനിക്ക് മുടി കെട്ടിയാതി. ഇത്രേ എനിക്ക് കുറച്ചാൾ കഴിയുമ്പോ അച്ഛനെക്കാളും പൊക്കവും വെക്കും എല്ലാം വെക്കും. ബാഗ് എടുക്ക്. ബാഗ് ഇന്നലെ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. സണ്ണ് പുതിയ ബാഗ് കാണിച്ചു കൊടുക്കൂ. ബാഗിന്റെ സിബൊക്കെ തുറന്നിറക്കണേണ്. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ബാഗ്. പഴയ ബാഗിന് വലിയ പരിക്കൊന്നും ഇല്ല. പക്ഷെ എന്നാലും പുതിയ ബാഗ് വാങ്ങി. സാനു വിട്ടുനി ടാറ്റാറ തമ്പാനൂറാത്തേക്ക്. നല്ല ബുദ്ധി തന്നെ. നല്ല കൊച്ചാവണേ. പഠിക്കണതൊക്കെ തലയിൽ കയറണേ. തവർ പ്രാർത്ഥിച്ചാ ബസ് മുടുക്ക് എടുത്തനോ. അപ്പൊ ഇത് നമ്മടെ ബസ് മോക്ക് ഇടുന്നത് കൊടുക്കണ്ട സാനുവിന്. ദൈവമേ തമ്പായി ബുദ്ധി എടുക്കോട്ടാ. അമ്മാമനോട് ടാറ്റ പറ. അമ്മാമനോട് ടാറ്റ. അപ്പൊ ഇന്ന് സാനുവിന് ഫസ്റ്റ് ഡേ ആയത് കാരണം 12:30 വരെ ക്ലാസ് ഉള്ളൂ. സാനുവിന്റെ സ്കൂളിലോട്ട് പോണ വഴിയാണ്ട. എങ്ങാട് നേരവോ വൈറ്റോ.
അപ്പോൾ നമ്മൾ സാനുവിനെ ആക്കിയിട്ട് തിരിച്ച് പോണേണ്. പിന്നെ 12:30 വന്ന് എടുത്തോളും. 12:30 ചേട്ടൻ വന്ന് എടുത്തോളും. അപ്പോൾ അതേ നമ്മളാക്കിയിട്ട് തിരിച്ച് പോണേ കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അധികം നേരം നിൽക്കാനും പറ്റില്ല. അപ്പോൾ ആൾ മുകളിലോട്ട് പോയി. മുകളിലാണ് ക്ലാസ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ക്ലാസ് ഉള്ളത്. നമുക്ക് പോവാ തിരിച്ച് വീട്ടിലോട്ട് പോവാം. സാനു, നമ്മുടെ സാനു സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. സാനു ഉച്ചവരെ ഉണ്ടായിരുന്നുള്ള ക്ലാസ്, ആളെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായി ക്ലാസ്? ഒന്നും പഠിപ്പിച്ചില്ലേ? എന്തെടുക്കണായിരുന്നു അവിടെ? ഒന്ന് നിക്കടോടാ. ഡോ ഓ ഭയങ്കര ജാടയുണ്ടാ. എങ്ങനെയുണ്ടായി ക്ലാസ്? പുതിയ പിള്ളേരാരെങ്കിലും വന്നിട്ടുണ്ടോ ക്ലാസ്സിൽ? എത്ര പേരുണ്ട് പുതിയത്? ഒരാളാ? പരിചയപ്പെട്ടാ? പേരെന്താ? ഗേളാ പോയാ? പേരെന്താ? ഒന്ന് പറയൂടോ കൊച്ചേ, മറന്നുപോയാ? അപ്പൊ ദേ നമ്മുടെ ഇന്നത്തെ സാനുവിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ദേ വന്നിട്ട് ആ പൂച്ചനിട്ട് കാണിക്കണണ്ട. അപ്പൊ ബൈ പറഞ്ഞേ സാനു, വിട്ട് ബൈ പറഞ്ഞേ. ബൈ.